വ്യാജരേഖകളിലൂടെ സ്വന്തമാക്കിയതും സൈബർ കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ടതുമായ 2.17 കോടി മൊബൈൽ കണക്ഷനുകൾ റദ്ദാക്കാനൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഇത് സംബന്ധിച്ച രേഖകൾ മന്ത്രാലയം കേന്ദ്രത്തിൻ്റെ ഉന്നതതല മന്ത്രിതല പാനലിന് കൈമാറിയിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ബ്യൂറോ ഓഫ് ഇമിഗ്രേഷൻ, ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നീ ഏജൻസികളുടെ പ്രതിനിധികൾ പങ്കെടുത്ത യോഗത്തിലാണ് ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം തട്ടിപ്പിൻ്റെ വിവരങ്ങൾ പങ്കുവച്ചത്. 5000-ലധികം ഇന്ത്യക്കാരെ സൈബർ തട്ടിപ്പുകൾ നടത്താൻ കംബോഡിയയിൽ തടവിലാക്കിയതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഈയിടെ പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കേന്ദ്രം നടത്തിയ അന്വേഷണത്തിലാണ് മൊബൈൽ ഫോൺ വഴിയുള്ള ഭീമൻ തട്ടിപ്പുകളുടെ കഥകൾ പുറത്തുവരുന്നത്. 6 മാസത്തിനിടയിൽ സൈബർ തട്ടിപ്പിലൂടെ ഇന്ത്യക്കാരിൽ നിന്ന് 500 കോടി തട്ടിയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ വഴിയുള്ള തട്ടിപ്പുകൾ പരിശോധിക്കാനും തടയിടാനുമുള്ള മാർഗങ്ങൾ നിർദ്ദേശിക്കാനുമാണ് കേന്ദ്ര സർക്കാർ മന്ത്രിതല സമിതിയെ നിയോഗിച്ചത്. തട്ടിപ്പ് സംഘം ഉപയോഗിക്കുന്ന ബാങ്കിംഗ്, ഇമിഗ്രേഷൻ, ടെലികോം മേഖലകളിലെ പഴുതുകൾ കണ്ടെത്താൻ സമിതിക്ക് നിർദ്ദേശം നൽകി. 3 മണിക്കൂറോളം നീണ്ട യോഗത്തിലാണ് കേന്ദ്ര ടെലികമ്മ്യൂണിക്കേഷൻ സൈബർ തട്ടിപ്പുകളെ പറ്റിയുള്ള വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്. സിം കാർഡ് നൽകുന്നതിൽ KYC വെരിഫിക്കേഷൻ ഉറപ്പുവരുത്താൻ കർശന നടപടി സ്വീകരിക്കുമെന്ന് ടെലികമ്മ്യൂണിക്കേഷൻ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. KYC വെരിഫിക്കേഷൻ വഴിയല്ലാതെ സ്വന്തമാക്കിയ 2.17 കോടി സിം കാർഡുകൾ റദ്ദാക്കുന്നതും കുറ്റകൃത്യങ്ങൾക്കു വേണ്ടി ഉപയോഗിച്ച 2.26 കോടി മൊബൈൽ സെറ്റുകൾ ബ്ലോക്ക് ചെയ്യുന്നതും ഇതിൻ്റെ ഭാഗമായാണ്. തെക്കുകിഴക്കൻ ഏഷ്യൻ മേഖലയിലെ ചില രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഫോൺ വഴിയുള്ള വലിയ തട്ടിപ്പ് നടക്കുന്നത്. ഹോങ്കോങ്, കംബോഡിയ, ലാവോസ്, ഫിലിപ്പൈൻസ്, മ്യാൻമർ തുടങ്ങിയ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പ് സംഘങ്ങളുടെ പ്രവർത്തനം. ഡാറ്റ എൻട്രി പോലുള്ള ജോലിക്ക് വൻ ശമ്പളം വാഗ്ദാനം ചെയ്ത് ആളുകളെ റിക്രൂട്ട് ചെയ്യും. അവിടെ എത്തിക്കഴിഞ്ഞാൽ സൈബർ തട്ടിപ്പുകൾ നടത്താൻ നിർബന്ധിക്കും. പാസ്പോർട്ടുകൾ ആദ്യമേ സംഘം കൈക്കലാക്കിയിട്ടുണ്ടാക്കും. സ്ത്രീകളുടെ ഫോട്ടോകൾ ഉപയോഗിച്ച് വ്യാജ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ തുറന്ന് തട്ടിപ്പ് നടത്തുകയാണ് ഒരു രീതി. ക്രിപ്റ്റോ കറൻസി ആപ്പിൽ നിക്ഷേപിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കലാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ മറ്റൊരു രീതി. തട്ടിപ്പ് ജോലി ചെയ്യാൻ താല്പര്യമില്ലാത്തവരെ ക്രൂരമായി മർദ്ദിക്കും. പാസ്പോർട്ടുകൾ നശിപ്പിച്ചും ഭീഷണിപ്പെടുത്തിയുമാണ് പലരെയും തട്ടിപ്പിന് നിർബന്ധിക്കുന്നത്. തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ഇത്തരത്തിൽ 6 ലക്ഷം ഇന്ത്യൻ സിമ്മുകൾ ഉപയോഗിക്കുന്നുണ്ടെന്നാണ് കണ്ടെത്തൽ. സിം വിൽക്കുന്ന ഏജന്റുമാരുടെ സഹായത്തോടെയാണ് വ്യാജരേഖകളിൽ സിം നൽകുന്നതെന്നും കണ്ടെത്തി. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഏജന്റുമാർക്കെതിരെ നടപടിയെടുക്കാൻ എല്ലാ സംസ്ഥാനത്തെയും പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.